ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. കടൈസി തോട്ട എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. നവീൻ കുമാറാണ് ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന. ശ്രീകുമാർ എന്നൊരു ആക്ടർ, പിന്നെ തമിഴ് സിനിമയിൽ സീനിയോറിറ്റിയിൽ നിൽക്കുന്ന രാധാ രവി, പിന്നെ ശ്രീജ രവി എന്ന് പറഞ്ഞൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഒരു ആക്ട്രസും കൂടെയാണ്. ഇപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട വേഷങ്ങൾ വരുന്ന. കൂടെ വനിതാ വിജയകുമാർ ഒരു റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വനിതാ വിജയകുമാറാണ് ഈ സിനിമയുടെ ഒരു ഐഡൻറ്റിറ്റി പോലും. വനിതകളുണ്ടാണ് ഈ സിനിമ ഞാൻ തന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചത്. കാരണം വെരി ടാലൻറ്റഡ് ആൻഡ് ബോൾഡ് ലേഡിയാണ് വനിതാ വിജയകുമാർ. ആ ഒരു കാര്യം വെച്ച് വനിതയുടെ ഒരു പെർഫോമൻസ് എങ്ങനെ നൽകുന്ന കാര്യങ്ങളെ കാണാൻ വേണ്ടിയാണ് ഈ സിനിമ നേരിട്ട് ഞാനിപ്പോൾ എടുത്ത് കാണാൻ വേണ്ടി ശ്രമിച്ചത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കടസി തോട്ടൈ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ, ഒരു റോബറി, ഒരു റിവഞ്ച്, ഈ ഒരു കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയൊരു ഗംഭീര സിനിമയായിരുന്നു ഈ ഒരു കടസി തോട്ട എന്ന് പറഞ്ഞ സിനിമ. വൺ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുവിധം കാണാൻ വേണ്ടി പറ്റിയൊരു മികച്ച സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമ കണ്ട സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ശ്രീജ രവി, രാധാ രവി ഈ ഒരു കോംബോയിൽ വരുന്ന ഇവരുടെ ഒരു കെമിസ്ട്രി, ബോണ്ടിങ് കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നവീൻ കുമാർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർക്ക് സാധിച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം. അവരുടെ ഒരു ബോണ്ടിങ്, ആ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. രാധാ രവിയുടെ പെർഫോമൻസ്, വനിതാ വിജയകുമാറിൻ്റെ പെർഫോമൻസ്, ഈ രണ്ടുപേരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ഒരു സ്റ്റോറി ലൈനപ്പ് മുന്നിട്ടുണ്ടാകാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുള്ളായ ഒരു കഥാപാത്രങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും. പിന്നെ ശ്രീ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, ഈ ആക്ടർ ഈ ഒരു കഥയ്ക്ക് തുല്യമായ ഒരു പെർഫോമൻസും കാര്യത്തിലാണ് കാണിച്ചിരുന്നത്. പിന്നെ കുറേ കോമഡി താരങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് എവിടെയോ നമ്മുടെ ബിഗ് ബോസ് തമിഴിൻ്റെ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റി. അതേ കണക്കത്തൊരു കൂട്ടായ്മ, സെലിബ്രേഷൻസ്, പിന്നെ ബിഗ് ബോസ് തമിഴിൽ ഉപയോഗിക്കുന്ന ചില വേർഡും കാര്യങ്ങളൊക്കെ, ഗാർഡൻ ഏരിയ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതേ ഒരു ഫോമിൽ പിടിക്കാൻ വേണ്ടി നോക്കിയതെന്ന് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ട്വിസ്റ്റുണ്ട് പടത്തിൽ. ട്വിസ്റ്റ് ഗംഭീര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ ഒരു റോബറി അറ്റംപ്റ്റ് നടക്കുന്ന രീതിക്കും പിന്നെ ഒരു റിവഞ്ച് എങ്ങനെ തീർക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ രാക്ഷസൻ യാസർ എന്നൊരു പയ്യനുണ്ട്. നമ്മുടെ രാക്ഷസൻ സിനിമയിൽ ക്രിസ്റ്റഫറിൻ്റെ കുഞ്ഞു റോൾ അഭിനയിച്ച രാക്ഷസൻ യാസർ എന്ന് പറഞ്ഞ ആ ഒരു ആക്ടർ, ആ പയ്യനും ചെയ്ത റോളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പ്രകടനം കൊണ്ട് മികച്ച ഒരു പ്രകടനം കാണിക്കാൻ വേണ്ടി ആ പയ്യനെ സാധിച്ചതെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന അവരെല്ലാവരും ഈ സിനിമയ്ക്ക് ആപ്റ്റായിരിക്കും തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ഭയങ്കര വലിയ സിനിമ എന്ന് പറയാൻ വേണ്ടി ഒരു ന്യൂ നോർമൽ സിനിമ, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയൊരു മനോഹരമായ സിനിമയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത. ഒരു ലാഗ് എടുപ്പിക്കാതെ നമുക്കൊരു റിലാക്സേഷൻ മൂഡ്, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള പർപ്പസിൽ കൂടെ ഈ സിനിമ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് വൺ ടൈം വാച്ചബിളായിട്ടിരിക്കാൻ വേണ്ടി കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയൊരു സിനിമയാണ് ഈ ഒരു കടസി തോട്ട എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ കടസി തോട്ട എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പോസ്റ്ററും പേരും കണ്ട സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് കഥയാവുന്നുണ്ട് കരുതി. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് കാണാൻ വേണ്ടി പറ്റിയ ഒരു ക്ലീൻ സിനിമ തന്നെയാണ് ഈ ഒരു കടസി തോട്ട എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. തമാശയ്ക്ക് തമാശയുണ്ട്, റിവഞ്ചുണ്ട്, ആക്ഷനുണ്ട്. ആ രീതിക്കുള്ള കുറച്ച് എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇറക്കി വെച്ചിരിക്കുന്നു. നവീൻ കുമാർ എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഈ സിനിമയ്ക്കൊരു പ്രേക്ഷകർക്കൊരു മുഷിപ്പുണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ആ രീതിക്ക് ഒരു സ്റ്റോറി ലൈനെ പിടിച്ചങ്ങോട്ട് മുന്നോട്ട് പോകണ സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചൊരു ഒരു വൺ ടൈം വാച്ചുകൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ, ഒരു നോർമൽ സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കടസി തോട്ട എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു ശ്രീജ രവി, രാധാ രവി കോംബോ കാണാൻ വേണ്ടി പറ്റി. പിന്നെ ശ്രീ എന്ന് പറഞ്ഞൊരു ആക്ടർ പെർഫോമൻസ് സൂപ്പറാണ്. വനിതാ വിജയകുമാർ നൈസായിട്ട് പെർഫോമൻസ് ചെയ്തു. ക്ലൈമാക്സ് ട്വിസ്റ്റിൽ വനിതാ വിജയകുമാർ നന്നായിട്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു മികച്ച ഒരു നോർമൽ സിനിമയാണ്. കണ്ടിരുന്ന നമുക്ക് ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് കോമഡി എലമെൻറ്റ്, പിന്നെ സ്റ്റോറി എലമെൻറ്റൊക്കെ മികച്ച പോലെ തന്നെ വന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു നല്ല ഒരു സിനിമ, അത്രയും മാത്രം എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഈ സിനിമ ലിങ്കൊക്കെ ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വെറുതെ ടൈം പാസ് ഇരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ, കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയ ഒരു സിനിമയാണ് ഈ ഒരു കടസി തോട്ട എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. കുറച്ചും കൂടെ ഒരു ലെങ്ത്തിലോട്ട് ഈ സിനിമ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യാമായിരുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ടെലിഗ്രാമിൽ ലിങ്ക് അവൈലബിൾ ആണ്. മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫ്രീ ടൈമിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു മികച്ച സിനിമയാണ് ഈ ഒരു കടസി തോട്ട എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് കടസി തോട്ട എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഒരു മികച്ച ഒരു
എൻ്റർടൈൻമെൻറ്റ്, ഒരു സ്റ്റോറി ലൈൻ, ഒരു സസ്പെൻസ് ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ആയിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്രയേ ഉള്ളൂ കടസി തോട്ട എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞിട്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശിഷ്ടമായിട്ട് വരുന്നവർക്ക് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.